നമസ്കാരം. ചാലക്കുടിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും പുഴയിലേക്ക് ചാടിയ അധ്യാപികയുടെ മൃതദേഹം കണ്ടെത്തി. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യോളജി അധ്യാപിക സിന്തോളാണ് ജീവനൊടുക്കിയത്. ഫയർഫോഴ്സും പോലീസും പുഴയിൽ നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയാണ് നിലമ്പൂർ കോട്ടയം പാസഞ്ചറിൽ നിന്നും അധ്യാപിക ചാലക്കുടി പുഴയിലേക്ക് ചാടിയത്. ചാലക്കുടിയിൽ ഇറങ്ങേണ്ട ഇവർ അവിടെ ഇറങ്ങിയില്ല. തുടർന്ന് ചാലക്കുടി പുഴയ്ക്ക് മുകളിലൂടെയുള്ള മേൽപ്പാലത്തിൽ ട്രെയിൻ എത്തിയപ്പോൾ എടുത്തു ചാടുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. റെയിൽവേ പാലത്തിന് മുകളിൽ നിന്നിരുന്ന യുവാക്കളാണ് സംഭവം കണ്ടത്. ഇവരുടൻ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസും ഫയർഫോഴ്സും തിരച്ചിൽ നടത്തി. കോഴിക്കോട് നിന്ന് സ്ഥലം മാറി 3 ദിവസം മുമ്പാണ് ചെറുതുരുത്തിയിൽ ജോലിയിൽ പ്രവേശിച്ചത്. ചാലക്കുടി തിരുത്തിപ്പറമ്പ് സ്വദേശിയാണ് സിന്തോൾ. കോഴിമല വടക്കേച്ചെരുവിൽ ജയപ്രകാശിന്റെ ഭാര്യയാണ് 40-കാരിയായ സിന്തോൾ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുണ്ട്. അതേസമയം ആത്മഹത്യയ്ക്ക് കാരണം എന്താണെന്നും വ്യക്തമായിട്ടില്ല. ഇന്നലെ 6:45ഓടെയാണ് ഇവർ പുഴയിലേക്ക് ചാടിയത്. അഗ്നിശമന സേനയുടെ സ്കൂബ ടീം നടത്തിയ തിരച്ചിലിൽ ഏകദേശം 3 മണിക്കൂറിന് ശേഷം രാത്രി 9:30ഓടെയാണ് ഇവിടെ നിന്ന് 5 കിലോമീറ്റർ അകലെ സമ്പാളൂർ ഞാളക്കടവ് പാലത്തിന് 300 മീറ്റർ മുൻപായി മൃതദേഹം കണ്ടെത്തിയത്. റെയിൽവേ പാലം എത്തിയപ്പോൾ അധ്യാപിക പെട്ടെന്ന് ട്രെയിനിന്റെ വാതിലൂടെ പുഴയിലേക്ക് ചാടുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയത്. 8 വർഷമായി ഗവൺമെന്റ് സ്കൂൾ അധ്യാപികയായ ഇവർ വെറും 3 ദിവസം മുൻപാണ് ചെറുതുരുത്തി സ്കൂളിൽ ജോലിയിൽ പ്രവേശിച്ചത്. നേരത്തെ കോഴിക്കോട് ഫറൂഖ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായിരുന്നു. ചെറുതുരുത്തിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് പുഴയിലേക്ക് ചാടിയത്. ഇവർക്കൊപ്പം ട്രെയിനിൽ ജോലി കഴിഞ്ഞ് മടങ്ങിയായിരുന്ന അതേ സ്കൂളിലെ അധ്യാപിക ചാലക്കുടി സ്റ്റേഷനിൽ ഇറങ്ങി. ഇവർക്കൊപ്പം ഇറങ്ങേണ്ടിയിരുന്ന അധ്യാപിക ഇറങ്ങിയില്ലെന്ന് അറിഞ്ഞ് അന്വേഷിക്കുന്നതിനിടയിലാണ് യുവതി ട്രെയിനിൽ നിന്ന് പുഴയിൽ ചാടുന്നതായി കണ്ടെന്ന് സുധീന്ദ്രൻ, സഞ്ജയ് എന്നീ യുവാക്കൾ പോലീസിനെ അറിയിക്കുന്നത്. ഇവരുടെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നതായും ചാടുന്നതിനിടെ റെയിൽവേ പാലത്തിന്റെ കൈവരിൽ ഇടിച്ചതായും യുവാക്കൾ പോലീസിനെ അറിയിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സംസ്കാരം പിന്നീട്.